ഹലോ ഗൈസ്, ഞാനിന്നൊരു ബുക്ക് റിവ്യൂ ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ബുക്ക് എന്ന് പറയുന്നത് ഖബർ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. KR മീരയുടെ ബുക്കാണ്. ബുക്കെന്ന് പറയുമ്പോഴത്തേക്കിനും എൻ്റെ ആദ്യത്തെ ബുക്കാണിത്. KR മീരയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ബുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിലെ ചില കഥാപാത്രങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ കഥാനായിക ഭാവന എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. പിന്നെ ഖയാലുദ്ദീൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. ഭാവനയുടെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നൊരു കഥാപാത്രം. പിന്നെ യേശുരമ്മ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ പ്രമോദ് എന്ന് പറയുന്ന ഭാവനയുടെ ഹസ്ബൻഡായിട്ട് വരുന്നൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ ഈ കഥയിൽ ബേസിക്കലി ഇത് ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന പോലെ തുടങ്ങിയിട്ട് പിന്നീട് ഒരു ലവ് സ്റ്റോറീൻ്റെ അകത്തുവരികയും അങ്ങനത്തെ ഒരു ബുക്കാണിത്. ഈ ബുക്കിൽ തുടക്കത്തിൽ തന്നെ ഒരു കേസിനെ പറ്റിയാണ് പറയുന്നത്. ഖബർ അടക്കിയിരിക്കുന്ന ഒരു സ്ഥലത്തിന് ഇതിലെ ഖയാലുദ്ദീൻ എന്ന് പറഞ്ഞ കേസ് എടുത്ത ആൾക്ക് ആ സ്ഥലം വേണം, ആ ഖബർ പൊളിച്ച് മാറ്റാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഇത് ബുക്കിൻ്റെ ഒരു തുടക്കത്തിൽ വരുന്ന ഒരു തീമായിട്ട് വരുന്നത്. പിന്നീട് എങ്ങനെയാണ് ആദ്യ അധ്യായത്തിൽ തന്നെ ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഭാവന എന്ന കഥാപാത്രം ഖയാലുദ്ദീനെ കോർട്ട് റൂമിൽ വെച്ച് കാണുന്നതും അവർ തമ്മിൽ ആദ്യ കാഴ്ചയിൽ തന്നെ ഭാവനയ്ക്ക് ഖയാലുദ്ദീനെ ഇഷ്ടമാവുന്നു ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞു വരുന്നത്. ഈ കഥയുടെ ഒരു മെയിനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് രണ്ടാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് അച്ഛനുമായിട്ടുള്ള ബന്ധം, പിന്നെ അമ്മയുമായിട്ടുള്ള ഭാവനയുടെ ബന്ധം, ഖയാലുദ്ദീന് എങ്ങനെയാണ് ഭാവനയുടെ ജീവിതത്തെ പിന്നീട് ബാധിക്കുന്നത് എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഹസ്ബൻഡ് പ്രമോദുമായിട്ടുള്ള ബന്ധം, അതിലുള്ള വിള്ളലുകളും, പിന്നെ അവരെങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പിന്നെ ഭാവന എന്ന കഥാപാത്രത്തിന് ADHD ഉള്ള ഒരു മകനും കൂടിയുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ, പിന്നെ കുറച്ച് എന്താ പറയുന്ന, പിന്നെ ഭാവനയുടെ അമ്മ എങ്ങനെയാണ് അച്ഛനുമായിട്ട് സെപ്പറേറ്റഡ് ആയത്, ഭാവനയുടെ അച്ഛനുമായിട്ട് സെപ്പറേറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളിൻ്റെ അകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നൊരു കഥയാണ് ഖബർ എന്ന് പറയുന്നത്. ഖബറിൽ ഭാവന എന്ന കഥാപാത്രം ഒരു ജില്ലാ കോടതി ജഡ്ജായിട്ടാണ് വരുന്നത്. അങ്ങനെ ഭാവനയുടെ കയ്യിലേക്ക് ഇതിലെ കേസ് വരികയും പിന്നീട് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ കഥ പറയുന്നത്. പിന്നെ ഇതിൽ ഇടയ്ക്ക് എവിടെയോ ഭാവന എന്ന കഥാപാത്രം ഖയാലുദ്ദീനുമായിട്ടൊരു കാർ റൈഡുണ്ട്, അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ അവർ ഒരുമിച്ചുള്ള കുറച്ച് നിമിഷങ്ങൾ, അതായത് ഈ ഭാവനയുടെ കഥാപാത്രം ഇതിൽ പലപ്പോഴും ഒരു വാണ്ടറിങ് സ്റ്റേറ്റിലാണ്, പലപ്പോഴും എന്താ പറയുന്നത്, സ്വപ്നജീവി എന്ന പോലെ ഉള്ള ഒരു ഭയങ്കര ഇമാജിനേഷനിൽ നിൽക്കുന്ന ഒരാളായിട്ടെന്ന് പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് റിയാലിറ്റി ആണോ അതോ ഇമാജിനേഷൻ ആണോ എന്ന് അറിയാൻ പറ്റാത്ത ഒരു സ്റ്റേജിലും പലപ്പോഴും പ്രധാന കഥാപാത്രങ്ങൾ നിൽക്കുന്നുണ്ടെന്ന് തോന്നി, ഭാവനയുടെ കഥാപാത്രം നിൽക്കുന്നുണ്ടെന്ന് തോന്നി. അങ്ങനെ ഇതിലെ ഏറ്റവും അവസാനം ത്തേക്ക് വരുമ്പോഴത്തേക്കിനും എങ്ങനെയാണ് ഭാവന എന്ന കഥാപാത്രം തൻ്റെ ഹസ്ബൻഡുമായിട്ട് വേർപിരിയാനുള്ള കാരണങ്ങൾ, അയാളെങ്ങനെയാണ് ഭാവനയും മകനെയും ഒപ്പം തന്നെ ജീവിതത്തിൽ കൊള്ളിക്കാതെ മാറി നിന്നുകൊണ്ട് തൻ്റെ ജീവിതം മുമ്പിലേക്ക് കൊണ്ടുപോയതും, എങ്ങനെയാണ് ഭാവന ഇത്രയും നാർസിസിസ്റ്റിക് ആയിട്ടൊരു വ്യക്തി ഇത്ര നാൾ ജീവിച്ചു, പിന്നീട് അയാളിങ്ങനെ ഭാവനയ്ക്ക് എങ്ങനെ മാറി ചിന്തിക്കാൻ സാധിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. കുറേ എങ്ങനെയാണ് മാറി ചിന്തിച്ചത് എന്നൊക്കെ നമ്മൾ കൃത്യമായി അത് വ്യക്തമായി പറയുന്നില്ല എങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ
വളരെ രസകരമായിട്ട് തന്നെ മറ്റോരോ കാര്യങ്ങളിലൂടെയും നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ചിത്രം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മകനുമായിട്ടുള്ള ഭാവനയുടെ ബന്ധം, പിന്നെ എങ്ങനെയാണ് ഭാവനയുടെ മകൻ എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മകൻ്റെ മാനസിക വ്യാപാരങ്ങൾ എന്തെല്ലാമൊക്കെയാണ്, ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ബുക്കാണ് ഖബർ എന്ന് പറയുന്ന ബുക്ക്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ബുക്ക്. ഈ കഥയിൽ ഏറ്റവും അവസാനം വരുന്ന ഒരു ഭാഗത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരാളുടെ അഭാവത്തിൽ ഞാൻ പൂർണ്ണത കണ്ടെത്തുന്നതെന്ന്. ഇതിലെ പ്രൊട്ടാഗനിസ്റ്റായ ഭാവനയുടെ കഥാപാത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ ഹസ്ബൻഡുമായിട്ട് പിരിഞ്ഞിരിക്കുകയും പിന്നീട് തൻ്റെ കാമുകൻ അല്ലെങ്കിൽ തൻ്റെ എന്താ പറയുന്ന ഒരു മനസ്സിലാക്കിയ ഒരാൾ എന്ന രീതിയിലാണ് ഖയാലുദ്ദീൻ വരുന്നത്. പിന്നെ അയാളെങ്ങനെയാണ് ഭാവനയുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. നിങ്ങളുടെ റീഡിങ് എക്സ്പീരിയൻസിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത രീതിയിലാണ് മാക്സിമം ഞാൻ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക ഖബർ എന്ന് പറയുന്ന പുസ്തകം. KR മീരയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ബുക്കാണ്. ജസ്റ്റ് 130 റുപ്പീസേ ബുക്കിനുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. താങ്ക് യു.